Hello friends, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. +1 ഇംപ്രൂവ്മെന്റ് വിദ്യാർത്ഥികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നോ? ഒരുപാട് പേര് ചെക്ക് ചെയ്തു. ചിലർക്ക് മാർക്ക് കുറവുണ്ട്, ചിലർക്ക് മാർക്ക് കൂടി. ഒരുപാട് പേര് നമ്മുടെ ഇൻബോക്സിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെ കമന്റിലും ഒക്കെ ആയിട്ട് ഇന്നലെ തന്നെ വന്ന് ചെയ്യുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അതേ സൈറ്റിലേക്ക് കയറി നോക്കുമ്പോൾ ഒന്നും തന്നെ കാണാനില്ല, റിസൾട്ട് പബ്ലിഷ് പോലും ചെയ്തിട്ടില്ല. ഇങ്ങനെയാണോ നിങ്ങൾക്കും സംഭവിച്ചത്? എങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, റിസൾട്ടിന്റെ അപ്ഡേറ്റ് നമുക്ക് നോക്കാം. +1 ഇംപ്രൂവ്മെന്റ് യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ട്. അതായത് നേരത്തെ ഉപയോഗിച്ചത് ഇപ്പോൾ HSS റിപ്പോർട്ട് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇന്നലെ ട്രെയിൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് പ്രഖ്യാപനമാണ് നടന്നത്. കാരണം നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചൊരു വെബ്സൈറ്റും കാര്യങ്ങളൊന്നും അല്ല. ഇന്നലെ വന്നത് ടെസ്റ്റ് ഡേറ്റയാണ്. പക്ഷെ അപ്പോഴും അവർ എടുത്തു പറയുന്നുണ്ട്, ഇന്നലെ വന്ന ആ ടെസ്റ്റ് ഡേറ്റ നിങ്ങൾ ആരും എന്ത് ചെയ്യേണ്ട, റിസൾട്ട് അറിഞ്ഞവരൊന്നും കൺഫേം ചെയ്യേണ്ട, ഇന്ന് ഒഫീഷ്യലായിട്ട് വന്നിട്ട് കൺഫേം ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നലെ നിങ്ങൾ റിസൾട്ട് ഏതെങ്കിലും കാരണവശാൽ കയറിയപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും ഏകദേശം ഇന്ന് വരുന്ന ഒഫീഷ്യൽ റിസൾട്ടിലും നിങ്ങളുടെ മാർക്കും വ്യത്യാസവും ഒക്കെ. അപ്പൊ ചിലർക്ക് മാർക്ക് കൂടി, ചിലർക്ക് മാർക്ക് കുറഞ്ഞു. അപ്പോൾ എന്തായാലും മെയ് 8-ാം തീയതി ഇന്നാണ് ഒഫീഷ്യലായിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതേ വെബ്സൈറ്റ് വഴി, കൃത്യമായിട്ട് പറഞ്ഞാൽ ആ റിസൾട്ടിന്റെ വെബ്സൈറ്റ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ, result.hsc.kerala.gov.in government.in. അപ്പോൾ അതായത് DHSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിസൾട്ട് ടാബിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി കാൻഡിഡേറ്റ് ലോഗിൻസ്, അതായത് നിങ്ങളുടെ ആ നമ്പറും ബാക്കി കാര്യങ്ങളും അടിച്ചു കൊടുത്ത് നിങ്ങളുടെ റിസൾട്ട്, നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടോ, അതിൽ എത്രത്തോളം ചേഞ്ച് ഉണ്ട് എന്നുൾപ്പെടെ ഇന്ന് അറിയാൻ സാധിക്കും. ചിലപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ തന്നെ റിസൾട്ടുകൾ വന്നേക്കാം. സാധാരണ ഉച്ചയ്ക്ക് ശേഷം വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയും ഉള്ളത് ഇന്ന്. അപ്പോൾ ഇന്നലെ ഓൾറെഡി കുറച്ച് പേര് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിലും ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ വന്നേക്കാമെന്ന് HSS റിപ്പോർട്ട് ഉൾപ്പെടെ പറയുന്നുണ്ട്. ബട്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും കാത്തിരിക്കാം. റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യാം. സോ +1 ഇംപ്രൂവ്മെന്റ് നിങ്ങൾ +1 മുതൽ, +1 പരീക്ഷ കഴിഞ്ഞ് +2വിന്റെ ആദ്യം മുതൽ ചുമക്കുന്ന വലിയൊരു ഭാരമാണ്. ഇനി വരാനിരിക്കുന്നത് +2 റിസൾട്ട് മാത്രമാണ്. സോ പകുതി കടമ്പ കഴിഞ്ഞു. എന്തായാലും റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ളവർ തീർച്ചയായിട്ടും ആ ഒഫീഷ്യൽ റിസൾട്ട് വന്നതിന് ശേഷം എന്തായാലും നെറ്റ്വർക്ക് സ്ലോ ആയിരിക്കും. അതായത് ആ ഒരു ഇതിൽ ഔട്ട് ഓഫ് ദ റീച്ച് ആയിരിക്കും. ഒരുപാട് പേര് ഇങ്ങനെ ട്രാഫിക്കിലൂടെ വരുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ക്രോമിലെ ക്യാച്ച് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് റീലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് തന്നെ അറിയാൻ. അതല്ലെങ്കിൽ ജസ്റ്റ് 1-1.5 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ശാന്തമായിട്ട് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് അറിയാൻ സാധിക്കും. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. റിസൾട്ടുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കും അഡ്മിഷൻ അപ്ഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓൾ ദി ബെസ്റ്റ്.